ഹനാൻഷയെ കാണാൻ വേണ്ടിയിട്ട് കാസർകോട്ടേക്ക് ഒത്തുകൂടിയ മനുഷ്യരെ നിങ്ങളെ കുറ്റം പറയാൻ ഞാനില്ല. അത്തരം കാര്യങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാനും ഞാനില്ല. പക്ഷേ അവിടെ പോകാൻ കാണിച്ച മനസ്സിന്റെ 1% ഇവിടെ വരാൻ നിങ്ങൾ കാണിക്കും. എന്റെ പിന്നിൽ നിങ്ങൾ ഈ കാണുന്ന പ്രേതാലയം പോലെയുള്ള ഈ ഒരു സംവിധാനം എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും അവകാശമാണ്. എന്റെയും നിന്റെയും ഒക്കെ നികുതിയിൽ നിന്ന് ഈടാക്കിയിട്ട് കെട്ടിയിട്ടുള്ള 50 കോടി രൂപയുടെ ഒരു സംവിധാനമാണ് ഇങ്ങനെ പ്രേതാലയമായിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ കാണുന്നത്. ആഘോഷമൊക്കെ വേണം, അതിനൊന്നും എതിരല്ല. പക്ഷെ നമ്മുടെ അവകാശമാണ് ഇതാ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു പ്രേതാലയമായിട്ട് മാറിയിരിക്കുന്നത്. ഇത് ചോദ്യം ചെയ്യേണ്ടവരല്ലേ നമ്മൾ? പ്രിയപ്പെട്ട വ്ളോഗർമാരെ, പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസർമാരെ, പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ, നമ്മുടെ അവകാശത്തിന് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ വരണം. മെഡിക്കൽ കോളേജിന് കീഴിൽ വരുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രി, മെഡിക്കൽ കോളേജിനേക്കാൾ കൂടുതൽ കാസർകോട്ടുകാർക്ക് വേണ്ടത് മെഡിക്കൽ കോളേജിന് കീഴിലുള്ള ഈ ആശുപത്രി സംവിധാനമാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ മംഗലാപുരം ലോബിയുടെ ആതുരാലയങ്ങൾക്കിടയിൽ പെട്ട് അവന്റെ കാലിൽ വീണ് ബില്ലടിക്കാൻ പൈസയില്ലാതെ അവന് മുൻപിൽ കെഞ്ചി സ്വന്തം സുഹൃത്തുക്കളുടെയോ സഹോദരങ്ങളുടെയോ മാതാപിതാക്കളുടെയോ മൃതദേഹങ്ങൾക്ക് വേണ്ടിയിട്ട് കാലിൽ വീണ് കെഞ്ചുന്ന അവസ്ഥ സൃഷ്ടിച്ചത് ദാ ഇതുപോലെ 50 കോടി രൂപയുടെ നിലവിൽ ചെലവഴിച്ച ഒരു ആശുപത്രി, 95 കോടിയോളം എസ്റ്റിമേറ്റ് ഉള്ള ഈ ആശുപത്രി സംവിധാനം വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരായ നമുക്ക് ഒരു കോർപ്പറേറ്റ് മുതലാളിമാരുടെ മുന്നിലും കെഞ്ചേണ്ടി വരില്ല, അവന്റെ കാലിൽ വീണ് അടിമകളായിട്ട് കഴിയേണ്ടി വരില്ല. അതിനു വേണ്ടിയിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഉന്നതരെ പോയി കാണേണ്ടി വരില്ല. ഈ അവകാശത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ശബ്ദിച്ചാൽ മാത്രം മതി. പ്രിയപ്പെട്ട കാസർകോട്ടുകാരെ, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഓരോ സ്ഥാനാർത്ഥിയോടും ചോദിക്കണം, എന്റെ അവകാശം എവിടെ, ഞങ്ങളുടെ ആശുപത്രി എവിടെയെന്ന് നിങ്ങൾ ചോദിക്കണം. ഇതാണ് അവസരം. ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കുക. ഈ ആശുപത്രി സംവിധാനം വന്നു കഴിഞ്ഞാൽ 30-20 ലക്ഷവും കൊടുത്ത് പലരും പലരുടെയും കാല് പിടിച്ച് ചാരിറ്റിയിലൂടെ ആത്മാഭിമാനം വിറ്റ് ജീവിക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരില്ല. വെറും 1000-ഓ 2000-ഓ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ലക്ഷങ്ങളുടെ ചികിത്സ നിങ്ങൾക്ക് ഇവിടെ സൗജന്യമായി, ഔദാര്യമല്ല, നിങ്ങളുടെ അവകാശം എന്നുള്ള രീതിയിൽ സൗജന്യമായി നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. പ്രിയമുള്ളവരെ, കണ്ണു തുറന്ന് കാണുക, മനസ്സറിഞ്ഞ് പോരാടുക. വിനീതമായി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് എത്രയും പെട്ടെന്ന് ഈ ഹോസ്പിറ്റൽ ഇതിന്റെ പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം. അതല്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകും.